ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ NMMS. സോ നിങ്ങളുടെ NMMSന്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാറ്റിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ടാണ് റാങ്കിങ് ആൻഡ് ഓർഡർ. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റാങ്കിങ് ആൻഡ് ഓർഡർ. അതായത് വെറും 2-3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാമിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടൈപ്സിലോട്ട് കടക്കാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യുക, അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിനോട് കൂടെ തന്നെ നിങ്ങളുടെ NMMSൽ പ്രീവിയസ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും, നമ്മൾ ഈ ഒരു പഠിച്ച കൺസെപ്റ്റുകൾ കൊണ്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, കൂടുതൽ ടൈം ഞാൻ കളയുന്നില്ല, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റത്തെ ഒരു ടൈപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്ലാസിക് റാങ്കിങ് ആൻഡ് ഓർഡർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്. നോക്കാം. In a row of persons, the position of Saget from left side of the row is 27 and position of Saget from right side of the row is 34. Find the total number of students in the row. അപ്പോൾ ഒരു റോയില് സാഗേതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 27 ആണ് അല്ലെ. ഒരു വരിയിൽ സാഗേതിന്റെ സ്ഥാനം ഇടതുവശത്ത് നിന്ന് 27 ആണ്, വലതുവശത്ത് നിന്ന് 34. ആ വരിയിലെ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര? അപ്പോ നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. നോക്കാം, നമ്മളോട് ടോട്ടൽ ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ആ വരിയിൽ എത്ര കുട്ടികളുണ്ട്. അപ്പോ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റോ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ സാഗേതിനെ കുറിച്ചാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സാഗേത് 27. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ സാഗേത് ഇപ്പൊ ഏകദേശം ഇവിടെയാണെന്ന് വിചാരിച്ചോ. 27 ലെഫ്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ L എന്നിടുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ സാഗേത് എത്രാമതാണ്? 34. സോ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് 34, റൈറ്റ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ 6 എന്നിടുന്നുണ്ട്. അപ്പൊ കുറെ പേര് ഇവിടെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് എന്തെന്ന് പറയുന്നത്. 27 + 34, 27 + 34 എത്ര വരും? 27 + 30 50 ആണ്. 50ഉം 61 വരും. 61 ആൻസർ ആയിട്ട് പറയാം. ബട്ട് 61 തെറ്റാണ്. ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെ 61 അല്ല, കുട്ടികളല്ല. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്താണ്? അവിടെ 61 അല്ല. സോ എന്താണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ 27 എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ സാഗേതിനെ ആഡ് ചെയ്യുന്നില്ലേ? ഉണ്ട് അല്ലെ. 27-ാമനാണ് സാഗേത്. അപ്പോൾ സാഗേതിനെ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. 34-ാമനാണ് അല്ലെ, റൈറ്റിൽ നിന്ന് 34-ാമനാണ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ സാഗേതിനെ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ ആക്ച്വലി 2 സാഗേത് ഉണ്ടോ? ഇല്ലല്ലോ. ഒരൊറ്റ സാഗേത് എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ വരുന്നുള്ളൂ. സോ 2 രൂപത്തിൽ അല്ലെങ്കിൽ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാഗേതിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ സാഗേത് മാത്രമേ അവിടെ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ 61-ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. സോ 60 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഒരു പൊസിഷന്റെ റൈറ്റ് ഒന്നും ലെഫ്റ്റ് ഒന്നും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കാണുക? അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പൊ എന്തുകൊണ്ടാണ് 1 മൈനസ് ചെയ്യുന്നത്? റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ പറയുമ്പോഴും ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ പറയുമ്പോഴും ആ ഒരു സ്പെസിഫിക് പോയിന്റിലുള്ള ആളെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാളെ 2 തവണ ആഡ് ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് എന്തല്ല, ലോജിക്കൽ അല്ല. അപ്പോൾ ഒരു തവണ നമ്മൾ കൃത്യമായിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു -1 അവിടെ വരുന്നത്. സോ ഒന്ന് ഞാൻ എന്ത് ചെയ്യാം, ജനറലൈസ് ചെയ്ത് പറയാം. നമുക്ക് ഇങ്ങനെ പറയാം, എങ്ങനെ പറയാം? ടോട്ടൽ ഈസ് ഈക്വൽ ടു ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ പ്ലസ് റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ -1. ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു കോളത്തിൻ്റെ ഉള്ളിലാക്കാണ്. ഇനി വേറൊരു കാര്യം കൂടി കൺസിഡർ ചെയ്യാം. ഇപ്പൊ ലെഫ്റ്റ് റൈറ്റിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത് ആണല്ലോ. ഇനി ടോപ്പും ബോട്ടവും വരും. ഇതേപോലെ തന്നെ ടോപ്പും ബോട്ടവും വരും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കുറേ സംഭവങ്ങൾ വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ. കുറേ ഡോട്ട്സ് ഞാൻ മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ എനിക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡോട്ട് ഉണ്ടല്ലോ, അത് മുകളിൽ നിന്ന് അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് എത്രാമതാണ്? 1 2 3 4 5 6 6-ആമതാണ് അല്ലെങ്കിൽ 6-ആമതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബോട്ടം സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് 1 2 3 4 5 6, ബോട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ 6 ആണ്. ടോട്ടൽ എങ്ങനെ നമ്മൾ കാണുന്നുണ്ടായിരിക്കുക? ടോട്ടൽ ഈസ് ഈക്വൽ ടു ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ടോപ്പിൽ നിന്നുള്ള പൊസിഷൻ നോക്കുക 6 ആണ്, ബാക്കിൽ നിന്നുള്ള പൊസിഷനും 6 തന്നെയാണ്. -1 ഈസ് ഈക്വൽ ടു 6 + 6 12, 12 - 1 11, അല്ലെങ്കിൽ 11-ാമത്തെ അല്ലെങ്കിൽ 11-എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഡോട്ട്സ് ഉണ്ടായിരിക്കുക. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11
ക്ലിയർ ആണല്ലോ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ 6ഉം 6ഉം ആഡ് ചെയ്ത് ഡയറക്ട്ലി 12 എന്ന ആൻസർ ചെയ്യരുത്. കാരണം നമുക്ക് കാണേണ്ടതായിട്ടുള്ള ഈ ഒരു ഡോട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുള്ള ആ ഒരു ഡോട്ടിനെ 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. 2 തവണ പറയാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡോട്ടിനെ 2 തവണ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തവണ നമ്മൾ കൃത്യമായിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. സോ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കേസാണ് പറഞ്ഞത്? മെയിനായിട്ട് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും രണ്ടും കൺസെപ്റ്റ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, ഒരു തരത്തിലുള്ള ഡിഫറൻസും അവിടെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഇനി നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. റാം റാങ്ക്ഡ് 13th in a class of 23. ഓക്കെ, വാട്ട് ഈസ് ഹിസ് റാങ്ക് ഫ്രം ദി ലാസ്റ്റ്? നോക്കുക, 23 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ റാമിന് 13ാമത് റാങ്ക് ലഭിച്ചു. ഓക്കെ, അവസാനത്തിൽ നിന്ന് അവന്റെ റാങ്ക് എത്രയാണ്? ഓക്കെ, ടോട്ടൽ കുട്ടികൾ എന്ന് പറയുന്നത് 23 ആണ്. റാമിന്റെ റാങ്ക് എന്ന് പറയുന്നത് 13 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിൽ ലാസ്റ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ റാമിന്റെ റാങ്ക് എത്രയാന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നേരത്തെ നമുക്ക് ഒരു പൊസിഷന്റെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് ടോട്ടൽ ചോദിച്ചു. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള റാങ്കും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കിൽ നിന്നുള്ളതാണ് കാണാനുള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമ്മൾ കാണാം? ജസ്റ്റ് നോക്കാം. ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? ടോട്ടൽ സ്റ്റുഡൻസ് 23 ആണ്. ഓക്കെ, ഇനി ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക്, അല്ലെങ്കിൽ ഞാൻ ഫോർവേഡ് എന്ന് കൺസിഡർ ചെയ്യാണ്. ഫോർവേഡ് എന്നുള്ള റാങ്ക് നോക്കുന്ന സമയത്ത് എത്രയാണ് വരുന്നത്? 13 ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ടോട്ടൽ എങ്ങനെയാണ് കണ്ടിരുന്നത്? ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ളതും ബാക്കിൽ നിന്നുള്ള ആ ഒരു പൊസിഷൻസും ആഡ് ചെയ്തു ആണല്ലോ. ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ ഇല്ല, ടോപ്പിൽ നിന്നുള്ളതും ബോട്ടത്തിൽ നിന്നുള്ളതും ആഡ് ചെയ്തു, അതിലേക്ക് നമ്മൾ -1 ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇവിടെ ഓൾറെഡി തന്നിട്ടില്ലേ? 23 അല്ലേ? ഓക്കെ, ഫോർവേഡ് നമുക്ക് തന്നിട്ടില്ലേ? 13 അല്ലേ? പ്ലസ് ബി നമുക്ക് അറിയില്ലല്ലോ, -1. ഓക്കെ, 23 13 1 കുറച്ചാൽ 12 ആണ്. 12 പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ ബി എന്തായിരിക്കും? ബി ഈസ് ഈക്വൽ ടു 23 - 12, അതായത് 11 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 23 ആളല്ലേ. ഇവിടെ ഓൾറെഡി 13 ആണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബാക്കിൽ എത്ര പേരുണ്ട്? ബാക്കിൽ എത്ര പേരുണ്ട്? 10 ആളുകളാണ്. എങ്ങനെ 10 എന്ന് കിട്ടി? 23 13 കുറച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ബാക്കിലായിട്ട് 10 പേരുണ്ട്. ഈ 10 ആളുടെ കൂടെ 1 കൂടി ആഡ് ചെയ്താൽ പോരെ? എന്തിനാ ഈ 1 ആഡ് ചെയ്യുന്നത്? 10 ആള് ബാക്കിലുണ്ട് അല്ലെ, ഇയാളുടെ ബാക്കിലായിട്ട് 10 പേരുണ്ട്. അപ്പൊ ഇയാളുടെ കൂടി കൂട്ടുമ്പോൾ അയാൾ 11ാമനായി ബാക്കിന്ന്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ആ ഒരു ഐഡിയ എന്ത് ചെയ്യുന്നത്, കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സസൈസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒബ്ജക്ട്സ് എന്ന് വെച്ചിട്ട് ഈ ഒരു ഐഡിയയും നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കഴിയും. സോ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? നമുക്ക് 11 ആണ് റൈറ്റ് ആൻസർ കിട്ടിയത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പിലോട്ട് നമുക്ക് കടക്കാണ്. അപ്പൊ ഫസ്റ്റത്തെ ടൈപ്പ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റോ ഓഫ് പേഴ്സൺസ് ദ പൊസിഷൻ ഓഫ് അപർണ ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോ ഈസ് 27th and there are 5 persons after her in the row. Find the total number of persons in the row. Okay, ബുദ്ധിമുട്ടുണ്ടോ? നോക്കാം. ഒരാളുടെ വരിയിൽ അപർണയുടെ സ്ഥാനം ഇടതുവശത്ത് നിന്ന് 27ാമതാണ്. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. ഒരു റോ ഉണ്ട്, ഇവിടെയാണ് ഇപ്പോൾ അപർണ നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഇടതുവശത്ത് നിന്ന് അപർണയുടെ സ്ഥാനം 27ാമതാണ്. 23 ലെഫ്റ്റ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അവൾക്ക് ശേഷം 5 പേർ കൂടി ബാക്കിയുണ്ട്, അല്ലെങ്കിൽ വരിയിലുണ്ട്. അപ്പൊ ഇയാള് ഇവിടെ നമുക്ക് അപർണ വന്നു, അതിനുശേഷം 5 പേരുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം എങ്ങനെ വരക്കാൻ പറ്റും? ഇവിടെ 1ാമത്തെ ആള്, 2ാമത്തെ ആള്, 3ാമത്തെ ആള്, 4ാമത്തെ ആള്, അതുപോലെ തന്നെ 5ാമത്തെ ആള്. ഓക്കെ ആണല്ലോ. സോ 5 പേര് എന്ത് ചെയ്യുന്നുണ്ട്? അപർണയ്ക്ക് ശേഷം ആ ഒരു വരിയിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം കണ്ടെത്തുക. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ റോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക,
ഇവിടുന്ന് ഇവിടെ വരെ, അതായത് ലെഫ്റ്റിൽ നിന്ന് ഈ ഒരു പൊസിഷൻ വരെ എത്ര ആളുകളാണുള്ളത്? 27 ആളുകളാണുള്ളത്. എങ്ങനെയാണ് 27 ആണെന്ന് മനസ്സിലായത്? ഇയാളുടെ പൊസിഷൻ, അപർണയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 27 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കൃത്യമായിട്ട് ഇവിടുന്ന് ഇവിടെ വരെ 27 ആളുകളാണുള്ളത്. അതിനോട് കൂടെ ഒരു 5 ആളുകളും കൂടി എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ വരുന്നു. സോ 27 പ്ലസ് 5 ഈക്വൽ ടു 32 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. 32. ഓക്കെ അല്ലേ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമ്മൾ അടുത്തൊരു ടൈപ്പിലോട്ട് കിടക്കുകയാണ്. There are 24 students in dance class and there is planning for an arrangement of students on the stage. Samprada is 9th from left side of the row and Suprida is 22nd from the right side of the row. Find the number of dancers standing between sisters Samprada and Suprida. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരു ഡാൻസ് ക്ലാസ്സിൽ 24 വിദ്യാർത്ഥികളുണ്ട്. സ്റ്റേജിലെ ഒരു വരിയിൽ സംപ്രദയുടെ സ്ഥാനം ഇടതുവശത്ത് നിന്ന് 9ാമതും സുപ്രിതയുടെ സ്ഥാനം വലതുവശത്ത് നിന്ന് 22ാമതുമാണ്. സംപ്രദക്കും സുപ്രിതക്കും ഇടയിൽ എത്ര നർത്തകരുണ്ടെന്ന് കണ്ടെത്തുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഇവിടെ കുറച്ച് ഒബ്ജക്ട്സിനെ കൺസിഡർ ചെയ്യാണ്. നോക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 ഒബ്ജക്റ്റ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അവരുടെ ഇടയിൽ എത്ര നർത്തകരുണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റത്തെ ഇയാളുടെ കൺസിഡർ ചെയ്തു, ഇയാളെ കൺസിഡർ ചെയ്തു. രണ്ടാമത്തത് ഞാൻ ഇയാളെയും കൺസിഡർ ചെയ്തു. ഇവരുടെ ഇൻ ബിറ്റ്വീൻ എത്ര പേരുണ്ട്? 2 പേരാണുള്ളത്. അപ്പൊ ഇവർ 2 പേരെയും കൂട്ടരുത്. ഉള്ളിലുള്ളവരെ മാത്രം, ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ളവരെ മാത്രം എന്ത് ചെയ്യുക? ജസ്റ്റ് കൂട്ടുക. അപ്പൊ ഇയാളുടെ കേസ് നോക്കുമ്പോൾ ഇയാൾ റൈറ്റിൽ നിന്ന് മൂന്നാമതാണ്. ഇയാളുടെ കേസ് നോക്കുമ്പോൾ ഇയാൾ ലെഫ്റ്റിൽ നിന്ന് എത്രാമതാണ്? ലെഫ്റ്റിൽ നിന്ന് 4ാമതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ ഒരു ഭാഗം മൊത്തം ഒഴിവാക്കി, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം മൊത്തം ഒഴിവാക്കി, അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നവരുടെ മാത്രം എണ്ണം എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എടുത്താൽ മതി. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് അതേ രൂപത്തിൽ ഒന്ന് നോക്കി നോക്കാം. എന്താണ്? നമുക്ക് 24 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ടോട്ടൽ എന്ന് പറയുന്നത് 24 സ്റ്റുഡൻസ് ആണ്. ഇനി സംപ്രദയുടെ സ്ഥാനം ഇടതുവശത്ത് നിന്ന് 9ാമതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആയിട്ട് നമുക്ക് സംപ്രദന കൊടുക്കാം. സംപ്രദ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 9ാമതാണ്. ലെഫ്റ്റിൽ നിന്ന് 9ാമതാണ്. ക്ലിയർ അല്ലേടാ? ലെഫ്റ്റിൽ നിന്ന് എന്താണ്? 9ാമതാണ്. ഇനി സുപ്രീതയുടെ സ്ഥാനം വലത് നിന്ന് 22ാമതാണ്. ഓക്കെ, സുപ്രീതയുടെ സ്ഥാനം വലത് നിന്ന് 22ാമതാണ്. അപ്പോ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കൊണ്ട് എന്ത് ചെയ്യരുത്? സുപ്രീതയെ വരയ്ക്കരുത്. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 22ാമതാണ് സുപ്രീത എന്ന് പറയുമ്പോൾ റൈറ്റിൽ നിന്ന് ടോട്ടൽ 24 ആളുള്ളൂ. അപ്പൊ ഏകദേശം ഇവിടെ ആയിട്ട് വരില്ലേ? ഇത് 9ാമതാണ് ലെഫ്റ്റിൽ നിന്ന്. അപ്പൊ ഏകദേശം ഇവിടെ ആയിട്ട് വരില്ലേ സുപ്രീത? ഓക്കെ, ഏകദേശമാണ് ഞാൻ പറയുന്നത്. എന്തായത് 9ന്റെ റൈറ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത്? വരയ്ക്കരുത്. 22 ഫ്രം റൈറ്റ് ആണ്. അതായത് ഇവിടെ നിന്ന് 22ാമതാണ് എന്നാണ് നമുക്ക് അവിടെ പറയുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് അവരുടെ ഇൻ ബിറ്റ്വീൻ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് സിനാരിയോ എന്താന്ന് മനസ്സിലായോ? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് മുകളിൽ ഓവർലാപ്പിംഗ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടോ, എന്താ ഈ സാർ ഈ ഓവർലാപ്പിംഗ്? ഒന്നുമില്ലടാ. നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരാളെ കൊടുത്തു. ഇയാളുടെ ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ ആണ് പറഞ്ഞത്, ഇയാളുടെ റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ ആണ് വരുന്നത്. ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ? അതായത് ഇയാളുടെ ലെഫ്റ്റിൽ നിന്നുള്ളതാണ്, ഇയാളുടെ റൈറ്റിൽ നിന്നുള്ളതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ഇൻ ബിറ്റ്വീൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോ എടുത്തിട്ടുള്ള സിനാരിയോ അങ്ങനെയാണോടാ? ഇപ്പൊ എടുത്തിട്ടുള്ള സിനാരിയോ അങ്ങനെയാണോ? അങ്ങനെയല്ല. അങ്ങനെ എന്താ അവിടെ എന്താ മാറ്റം വരുന്നത്? അവിടെ റൈറ്റിലുള്ള ആൾ ഇവിടെ അറ്റം വരുന്നുണ്ട്. ഇവിടെയാണ് റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ വരുന്നത്. ലെഫ്റ്റിൽ നിന്നുള്ള ആൾ ഇവിടെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ എന്ത് വരുന്നുണ്ട്? അവർക്ക് ഓവർലാപ്പ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി ഞാൻ അങ്ങനെ വരച്ചു. ഇവിടെ ഓൾറെഡി സംപ്രീത ഉണ്ട്. സംപ്രീത 9th പൊസിഷനിലാണ് ലെഫ്റ്റിൽ നിന്നും. സുപ്രീത നമുക്കറിയാം റൈറ്റിൽ നിന്ന് 22ാമത്തെ പൊസിഷനാണ്. റൈറ്റിൽ നിന്ന് 22. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് എത്രാമത്തെ പൊസിഷൻ ആയിരിക്കും? ലെഫ്റ്റിൽ നിന്ന് 3rd പൊസിഷൻ ആയിരിക്കും. കാരണം നമുക്കറിയാം ടോട്ടൽ ആളുകൾ എന്ന് പറയുന്നത് 24 ആണ്.
അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ 22 ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് എത്രാമതായിരിക്കും? 3-ാമതായിരിക്കും. കാരണം ഏറ്റവും ഫസ്റ്റ് ആയിട്ട് 24-ാമത്തെ ആൾ വരും, പിന്നെ 23-ാമത്തെ ആൾ വരും, പിന്നെ 22-ാമത്തെ ആൾ വരും. ദാറ്റ് മീൻസ് 3-ാമത്തെ ആളായിട്ട് ലെഫ്റ്റിൽ നിന്ന് ആര് വരും? സുപ്രീത വരും. ഓക്കെ, ഇനി ഇവിടെ ഇൻ ബിറ്റ്വീൻ എത്ര ആളുകൾ ഉണ്ടാവും? അപ്പൊ ഇയാള് 3-ാമത്തത്, ഇയാള് 9-ാമത്ത്. അപ്പൊ 3-ന്റെയും 9-ന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും നോക്കുക? 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. സോ 5 ആളുകൾ, 5%. ഓക്കെ, 5 ആണ് റൈറ്റ് ആൻസർ. സോ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ മാർക്ക് ചെയ്യാം, എന്നിട്ട് രണ്ടിനെയും ഒരേ പൊസിഷനിലേക്ക് തന്നെ എത്തിക്കാം. ഓക്കെ, ഒന്നിക്ക് രണ്ടിനെയും ലെഫ്റ്റിലേക്ക് എത്തിക്കാം, രണ്ടിനെയും റൈറ്റിലേക്ക്. ഒന്നേ നിങ്ങൾ ചേഞ്ച് ചെയ്യണത് രണ്ടിനെയും ഒരേ പൊസിഷനിലേക്ക് എത്തിക്കാം. ഒരേ പൊസിഷനിലേക്ക് ഇൻ ദ സെൻസ് റൈറ്റിൽ നിന്നാണെങ്കിൽ റൈറ്റിൽ നിന്ന്, ലെഫ്റ്റിൽ നിന്ന്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇയാൾ ലെഫ്റ്റിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഇയാളെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റിലോട്ട് മാറ്റിയാൽ മതി. വേറെ റിസ്ക് ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല. വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തന്നെ ഒരു നോൺ ഓവർലാപ്പിംഗ് കേസ് ഉണ്ട്. അത് ഒന്നും കൂടി എളുപ്പമാണ്. അതായത് ഓവർലാപ്പിങ്ങിനേക്കാളും എളുപ്പമാണ് നോൺ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. There are 64 history books arranged in a row at Central Library, Bangalore. Ancient history is 25th from left side of the row and medieval history is 30th from right side of the row. What is the total number of books between ancient and medieval history? ബാംഗ്ലൂർ സെൻട്രൽ ലൈബ്രറിയിൽ 64 ചരിത്ര പുസ്തകങ്ങൾ ഒരു വരിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. പുരാതന ചരിത്രം എന്ന പുസ്തകം വരിയുടെ ഇടതുവശത്ത് നിന്ന് 25-ാമതും മധ്യകാല ചരിത്രം എന്ന പുസ്തകം വലതുവശത്ത് നിന്ന് 30-ാമതുമാണ്. ഈ രണ്ട് പുസ്തകങ്ങൾക്കും ഇടയിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? അപ്പൊ ഇതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ടോട്ടൽ 64 ബുക്സ് ആണ്. ടോട്ടൽ 64 ബുക്സ് ആണെന്നുള്ളത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ജസ്റ്റ് നോക്കാം. ആൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് 25th ഫ്രം ലെഫ്റ്റ് സൈഡ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 25th. അപ്പൊ ഹാഫ് എന്ന് പറയുന്നത് 32 ആണ്. അതിനേക്കാളൊക്കെ കുറവാണ്. ആൻഷ്യന്റ് ഹിസ്റ്ററി എത്രയാണ്? 25th ഫ്രം ലെഫ്റ്റ്. 25th ഫ്രം ലെഫ്റ്റ്. അതുപോലെ തന്നെ മിഡീവൽ ഹിസ്റ്ററി 30th ഫ്രം റൈറ്റ്. മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് 30th. മിഡീവൽ ഹിസ്റ്ററി റൈറ്റിൽ നിന്ന് 30th. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? ചേഞ്ച് ചെയ്യണ്ട. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സുപ്രീതയുടെ പൊസിഷനെ ലെഫ്റ്റിലോട്ട് ചേഞ്ച് ചെയ്തു. റൈറ്റ് ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, ലെഫ്റ്റിലോട്ട് ചേഞ്ച് ചെയ്തു. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. അവിടെ നമുക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. എടാ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. 64 30 ആളുകൾ ഇവിടെ പോയി. ഓക്കെ, 64 ആളുകളിൽ 30 ആളുകൾ എന്ത് ചെയ്തു? ഞാൻ ഒരു പറഞ്ഞ പൊസിഷനിൽ, അതായത് ഇവിടേക്ക് പോയി. ഫുള്ള് ഇവിടെയാണുള്ളത് 30 ആളുകൾ. നമുക്ക് ഈ ഭാഗം മാത്രം കണ്ടാൽ പോരെ? നമുക്ക് ഇവിടെ ഇൻ ബിറ്റ്വീൻ എത്ര ആളുകളുണ്ട് മാത്രം കണ്ടാൽ പോരെ? 30 ആളുകൾ അവിടെ പോയി. അതുപോലെ തന്നെ 25 ആളുകൾ ഇവിടെയും പോയി. അപ്പൊ ടോട്ടൽ എത്ര ആളുകൾ പോയി നോക്കാം. 64 മൈനസ് 25 പ്ലസ് 30. ഓക്കെ, ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് 25 ആളുകളും പോയി, ഈ ഒരു ഭാഗത്ത് നിന്ന് 30 ആളുകളും പോയി. അപ്പൊ ടോട്ടൽ 64 മൈനസ് 25 പ്ലസ് 30 എന്ന് പറയുന്നത് 55 ആണ്. ഓക്കെ, 64 മൈനസ് 55 9 ആയിരിക്കും റൈറ്റ് ആൻസർ വരാം. ഓക്കെ, 9. ഓപ്ഷൻ ഡി 9 ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ വരാം. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇപ്പൊ ഒരു 5 ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒരു 7 എണ്ണം ആക്കാം. നമുക്ക് ഒരു 7 എണ്ണം ആക്കാം. അപ്പൊ ഈ ആളുടെയും ഈ ഒരു ആളുടെയും അതുപോലെ തന്നെ ഈ ഒരാളുടെയും ഇടയിൽ എത്ര ആളുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 3 ആളെ ഒഴിവാക്കി, ഇവിടുന്ന് ഈ 2 ആളെ ഒഴിവാക്കി ബാക്കിയുള്ള ആളുടെ നോക്കിയാൽ പോരെ. അതേപോലെ തന്നെ ടോട്ടൽ 64 ആളുകളുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് എന്ന് പറയുന്നത് എത്ര ആളുകളാണ്? 25 ആളുകളാണ്. റൈറ്റിലോട്ട് എന്ന് പറയുന്നത് 30 ആളുകളാണ്. അവരെ 2 ടീമിനെയും ജസ്റ്റ് ഈ 64 ജസ്റ്റ് എന്ത് ചെയ്തു? ഒഴിവാക്കി. ദാറ്റ് മീൻസ് ബാക്കിയുള്ള 9 നമുക്ക് എന്ത് ചെയ്തു? റൈറ്റ് ആൻസർ ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ടൈപ്പിലോട്ട് നമ്മൾ കിടക്കല്ലേ. അടുത്തൊരു ടൈപ്പ് അങ്ങനെ നോർമലി ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദീപാവലി ഓർ Diwali is a festival of lights in India.
One can find the row of lamps in every house these days. Chaitra lights a row of lamp in her home. A square shaped lamp is at 18th from left and a circular shaped lamp is 25th position in a row from right. Find the total number of lamp Chaitra had light. ചൈത്ര തൻ്റെ വീട്ടിലെ ഒരു നിര ദീപങ്ങൾ തെളിയിക്കുന്നു. ഒരു വരിയിൽ ചതുരാകൃതിയിലുള്ള ഒരു വിളക്ക് ഇടതുവശത്ത് നിന്ന് 18ാമതും വൃത്താകൃതിയിലുള്ള ഒരു വിളക്ക് വലതുവശത്ത് നിന്ന് 25ാം സ്ഥാനത്തുമാണ്. ചൈത്ര ആകെ എത്ര വിളക്കുകൾ തെളിച്ചു എന്ന് കണ്ടെത്തുക. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് നിങ്ങൾ കെയർഫുൾ ആയിട്ട് കൃത്യമായിട്ട് ചിന്തിക്കണം. ഓക്കെ, ഇപ്പൊ ചൈത്ര എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു റോൾ ഇങ്ങനെ വെച്ചിട്ട് പല ഡിഫറെന്റ് ഷേപ്പിലുള്ള ലാമ്പുകൾ ഉണ്ട്, അതെന്ത് ചെയ്യാണ്, ജസ്റ്റ് കത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പ്ഡ് ലാമ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എത്രാമതാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 18th ആണ്. നോക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 18th ആയിട്ട് ഞാനൊരു സ്ക്വയർ ഷേപ്പ്ഡ് ലാമ്പ് കൊടുക്കുകയാണ്, സ്ക്വയർ ഷേപ്പ്ഡ് ലാമ്പ്. ഇനി സർക്കുലർ ഷേപ്പ്ഡ് ലാമ്പ് ആണെങ്കിൽ 25th പൊസിഷൻ ആണ് ഫ്രം റൈറ്റ്. ഓക്കെ, ഇത് 25th റൈറ്റ് ആണെന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ലാംപ്സ് ആണ്. ചൈത്ര അവിടെ തെളിച്ചിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലാംപ്സ് ആണ് നമുക്ക് കാണാനുള്ളത്. ഇവിടെ ശരിക്കും ചിന്തിക്കാം, ഇയാൾ ലെഫ്റ്റിൽ നിന്ന് 18th ആണ്, ഇയാൾ റൈറ്റിൽ നിന്ന് 25th ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഒരു റോയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്? ഒരേ പൊസിഷന്റെ ഇപ്പൊ ഇവിടെ ഉള്ള ഒരു ലാമ്പാണെന്ന് കൺസിഡർ ചെയ്യുക, അതിന്റെ തന്നെ ലെഫ്റ്റിൽ നിന്നും അതിന്റെ തന്നെ റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ വാല്യൂ കിട്ടുമ്പോഴാണ്. അങ്ങനെയാ നമുക്കത് ഈസിലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാത്ത പക്ഷം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തല്ല അവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫോർമേഷൻ നമുക്ക് അവിടെ തരണം. പക്ഷെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫോർമേഷൻ തരുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരാളുടെ പൊസിഷൻ ആണോ ഈ ലെഫ്റ്റ് റൈറ്റും? അല്ല, ഇതിൽ വേറെ വേറെ സംഭവങ്ങളുടെ ആണ്. സോ ഇവിടെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഇവരുടെ ഇൻ ബിറ്റ്വീൻ എത്ര ലാംപ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? എന്തെങ്കിലും കണ്ടെത്താനുള്ള ഐഡിയ ഉണ്ടോ? നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടില്ല, നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, മേ ബി എത്രയും വരാം, വി ഹാവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ഈ ഒരു കേസ്, ഈ ഒരു ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് എന്തെങ്കിലും പോസിബിൾ അല്ല, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോസിബിൾ അല്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ പറയണം എന്നുണ്ടെങ്കിൽ മോർ ഇൻഫർമേഷൻ വേണം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ഡി, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. നമുക്ക് ആൻസർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യില്ല, കഴിയില്ല. നമുക്ക് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് NMS അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, സ്റ്റിൽ ഇനി ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ്, കൺസെപ്റ്റ് മനസ്സിലാക്കുക. സോൾജിയേഴ്സ് പുനീത ആൻഡ് മിഥാലി are standing in a row of female soldiers. Punitha is 18th from the left side of the row and Midali is 24th from right side of the row. If they interchange their position, Punitha becomes 31st from left. Find the total number of female soldiers in a row. Question simple ആണ്. വനിതാ സൈനികരുടെ ഒരു വരിയിൽ പുനീതയും മിതാലിയും നിൽക്കുന്നു. വരിയുടെ ഇടതുവശത്ത് നിന്ന് 18ാം സ്ഥാനത്താണ് പുനീത. വരിയുടെ വലതുവശത്ത് നിന്ന് 24ാം സ്ഥാനത്താണ് മിതാലി. അവർ സ്ഥാനങ്ങൾ പരസ്പരം മാറുമ്പോൾ പുനീത ഇടതുവശത്ത് നിന്ന് 31ാം സ്ഥാനത്താകുന്നു. വരിയിലെ ആകെ വനിതാ സൈനികരുടെ എണ്ണം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അല്ലെ? എന്താണിത് എന്നൊന്നും മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടാവാം. കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു ലൈന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് പട്ടാൾക്കാരുടെ ലൈൻ. ഓക്കെ, അപ്പൊ ആരാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത്? പുനീതയാണ്. അപ്പൊ ഇവിടെ പുനീത നിൽക്കുന്നുണ്ട്. പുനീത, ഇതാണ് പുനീത നിൽക്കുന്ന പൊസിഷൻ. ഓക്കെ, ഈ ഒരു പൊസിഷന്റെ അല്ലെ പുനീത നിൽക്കുന്നത് എന്ന് പറയുന്നതിനേക്കാളും ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് എത്രാമതാണെന്നാണ് പറയുന്നത്? ലെഫ്റ്റിൽ നിന്ന് 18ാമതാണ്. ഓക്കെ, 18ാമതാണ് ലെഫ്റ്റിൽ നിന്ന്. അതുപോലെ തന്നെ ഇനി മിതാലിയുടെ കേസ് നോക്കാം. മിതാലി എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് 24th ആണ്. നോക്കുക, മിതാലി റൈറ്റിൽ നിന്ന് 24th ആണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ വരച്ചിട്ടുള്ള ഈ ഇൻഫോർമേഷൻ മാത്രം വെച്ചിട്ട്, വരച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ആ ഒരു വരിയിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ?
ഇല്ല, കാരണം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് അതാണ് അല്ലെ, ആ ഒരു ദീപാവലി ലൈറ്റ്സിന്റെ ഒക്കെ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തത് അതാണ്. അപ്പൊ ഇവിടെ ഇൻ ബിറ്റ്വീൻ എത്ര ആളുകൾ ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു വരച്ചിരിക്കുന്ന കാര്യം മാത്രം അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എത്ര ആളുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ മോർ ഇൻഫർമേഷൻ ഉണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് നോക്കാം. അവരവരുടെ എന്ത് വെച്ച് മാറുന്നുണ്ട്, സ്ഥാനങ്ങൾ വെച്ച് മാറുന്നുണ്ട്. സ്ഥാനങ്ങൾ വെച്ച് മാറുക എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്, ആദ്യം പുനീത് ഉണ്ടായിരുന്നിടത്ത് മിതാലി വരും. ഇപ്പൊ ഇവിടെയാണ് ആദ്യം പുനീത് ഉണ്ടായിരുന്നത്, അവിടെ ആര് വരും, മിതാലി വരും. ഓക്കെ, ഇപ്പോ മിതാലി ഉള്ളത് ഫസ്റ്റിലാണ്. ഇനി മിതാലി ആദ്യം ഉണ്ടായിരുന്ന ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ ആര് വരും, അവിടെ പുനീത് വരും, അവിടെ പുനീത് വരും. സോ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് രണ്ടും ഒരേ പൊസിഷനാ, അവിടെ ആളെ മാറുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇവ രണ്ടാളും മാത്രമേ മാറുന്നുള്ളൂ, ബാക്കി ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ മാറുന്നില്ല, ബാക്കി ആരുടെയും പൊസിഷനും ഒന്നും മാറുന്നതായിട്ട് പറയുന്നില്ല. ഇവർ രണ്ടുപേരും എന്താണ്, അവർ നിന്നിരുന്ന പ്ലേസസ് ജസ്റ്റ് എന്ത് ചെയ്യാണ്, മാറുകയാണ്. ഇനി ഒരു ഇൻഫർമേഷൻ കൂടി അങ്ങനെ തന്നിട്ടുണ്ട്. എന്താണ്, പുനീത ബിക്കംസ് 31st ഫ്രം ദി ലെഫ്റ്റ്. ഇപ്പൊ പുനീത നിൽക്കുന്നത് 31st ഫ്രം ദി ലെഫ്റ്റ് ആണ്. 31st ഫ്രം ലെഫ്റ്റ്. ശ്രദ്ധിക്കടാ, ഈ ഒരു ഒറ്റ പൊസിഷൻ, ഇത് രണ്ടും സിംഗിൾ പൊസിഷൻ ആണല്ലോ, ഇത് രണ്ടും ഒരേ പൊസിഷൻ ആണ്. അവിടെ ആര് നിൽക്കുന്നു എന്നുള്ള പ്രശ്നമല്ല, ഒരേ പൊസിഷൻ ആണ്. ഓക്കെ, ഒരേ പൊസിഷന്റെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു റോൾ എത്ര ആളുകൾ ഉണ്ട് നമുക്കറിയാലോ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ലൈനിൽ കുറെ പേര് നിൽക്കുന്നുണ്ട്. ഇവിടെ രാജു നിൽക്കാണ്. രാജു എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 10ാമതാണ്, അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് 20ാമതാണ്. അപ്പോൾ ടോട്ടൽ എത്ര ആളുകൾ ഉണ്ടാവും, ടോട്ടൽ 10 + 20 - 1 അതായത് 29 ആളുകൾ ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ഒരേ പൊസിഷന്റെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാലോ അവിടെ ആ ഒരു റോയിൽ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് അവിടെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ കിട്ടുന്നത്. അതായത് ഈ ഒരു പൊസിഷന്റെ ഇത് സെയിം പൊസിഷൻ ആണ്, ഒരേ സിംഗിൾ ലൈനിലെ സെയിം പൊസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റ് നോക്കുക, നമ്മൾ ടോട്ടൽ ഇങ്ങനെ കാണാം. ടോട്ടൽ ഈസ് ഈക്വൽ ടു റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ 24 ആണ്, പ്ലസ് ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ 31 ആണ്, -1. ഓക്കെ, 24 + 31 55 ആണ്. 55 - 1 = 54. റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് വരും. സോ ആ ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾക്ക് ക്രിസ്റ്റലായിട്ട് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ അല്ലേടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള കുറച്ച് NMSC ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സാജ് റാങ്ക്സ് 7th ഫ്രം ടോപ്പ് ആൻഡ് 26 ഫ്രം ബോട്ടം ഇൻ എ ക്ലാസ് ടെസ്റ്റ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്? ഒരു ക്ലാസ് ടെസ്റ്റിൽ സാജ് മുകളിൽ നിന്ന് 7ാമതും താഴെ നിന്ന് 26ാം സ്ഥാനത്തിലുമാണ് എങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ കാണണമെങ്കിൽ റൈറ്റ് പ്ലസ് ലെഫ്റ്റ് -1, അല്ലെങ്കിൽ വലത് പ്ലസ് ഇടത് -1. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ബോട്ടം ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്നുള്ളത് പ്ലസ് ബോട്ടത്തിൽ നിന്നുള്ളത് -1. അപ്പൊ ഇവിടെ നമുക്ക് റാങ്കിന്റെ ബേസിലാവുന്ന സമയത്ത് നമുക്ക് ടോപ്പ് ടു ബോട്ടം എന്നുള്ള രൂപത്തിൽ പറയാം. 1 റാങ്ക് 2 റാങ്ക് 3 റാങ്ക് അങ്ങനെ ടോപ്പ് ടു ബോട്ടം എന്നുള്ള രൂപത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ എത്ര ടോട്ടൽ വരിക നോക്കുക. ടോട്ടൽ ഈസ് ഈക്വൽ ടു ടോപ്പിൽ നിന്ന് റാങ്ക് എത്രയാണ്, 7ാമതാണ്. അതുപോലെ തന്നെ താഴെ നിന്ന് എത്രയാണ് റാങ്ക് വരുന്നത്, താഴെ നിന്ന് 26ാം സ്ഥാനത്തിലുമാണ് അല്ലെ, 26 ഓക്കെ, -1. അപ്പോ 26 + 7 33 33 - 1 32 നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. Lee ranks 6th from top and 25th from bottom in a class. How many students are there in the class? ലീ ഒരു ക്ലാസ്സിൽ മുകളിൽ നിന്ന് 6ാമതും താഴെ നിന്ന് 25ാമതുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട്? സോ സെയിം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ് വീണ്ടും വന്നിട്ടുള്ളത്. ടോട്ടൽ എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള റാങ്ക് എത്രയാണ്, 6 ആണ്. അതുപോലെ തന്നെ താഴെ നിന്ന് നോക്കുന്ന സമയത്ത് 25 ആണ്, 25th ആണ്. അതിലേക്ക് -1 കൂടി ചെയ്യണം.
സോ 25 പ്ലസ് 6 31 ആണ്. 31 മൈനസ് 1 30 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കാം. റിസ് ഈസ് 13 ഫ്രം റൈറ്റ് ഇൻ എ റോ ഓഫ് 40 സ്റ്റുഡൻസ്. വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഫ്രം ലെഫ്റ്റ് എൻഡ്? ഓക്കെ, എന്താ ചോദിക്കുന്നേ? റിസിന്റെ സ്ഥാനം ഒരു വരിയിൽ വലത്ത് നിന്ന് 13ാമത് ആണ്. ആ വരിയിൽ ആകെ 40 കുട്ടികൾ ഉണ്ട് എങ്കിൽ ഇടത് നിന്നുള്ള സ്ഥാനം എത്ര? ഓക്കെ, സോ നോക്കുക, ഇതാണ് ഒരു ടോട്ടൽ വരി വരുന്നത്. ടോട്ടൽ 40 കുട്ടികളാണുള്ളത്. ടോട്ടൽ 40 ആണ്. ഓക്കെ, വലത് നിന്ന് 13, വലത് നിന്ന് 13ാമതാണ്. 13ാമതാണ്. റൈറ്റിൽ നിന്ന് 13 ആണ്. ആരുടെ സ്ഥാനം? കൃത്യമായിട്ട് റിസിന്റെ സ്ഥാനം. അപ്പൊ ഇവിടെ വരെ 13 വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ തന്നെ ഇവിടെ അല്ലേ വരിക. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര കുട്ടികൾ ഉണ്ടാവും? 27 കുട്ടികൾ ഉണ്ടാവും അല്ലേ? 27 കുട്ടികൾ ഇവിടെ വന്നു. പ്ലസ് നമ്മൾ റിസിനും കൂടി കൂട്ടണം. അതായത് ഞാനാണ് റിസ് എന്ന് വിചാരിക്കുക. ഇതിന്റെ ഇടത് ഭാഗത്ത് 27 കുട്ടികളുണ്ട്. എന്റെ സ്ഥാനം പറയുമ്പോൾ ഞാൻ എത്രാമതാണ്? 28ാമതാണ്. കാരണം 27 കുട്ടികൾ കഴിഞ്ഞു 28ാമതായിട്ട് ഞാൻ വരുന്നു. ഓക്കെ, അപ്പൊ 28ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം. ഈ 40ൽ നിന്ന് ഈ ഒരു 13 കുറക്കാം, അതിലേക്ക് +1 ആഡ് ചെയ്യാം. ഓക്കെ, സോ 40ൽ നിന്ന് 13 കുറക്കുമ്പോൾ 27 ആണ്. 27 + 1 28. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഇതേ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈപ്പ് 1ൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ, രാം റാങ്ക്ഡ് 13th in a class of 23. What is his rank from last? ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം? 23ൽ നിന്ന് ജസ്റ്റ് ഒരു 13 മൈനസ് ചെയ്യാം, അതിലേക്ക് 1 ആഡ് ചെയ്യാം. ഇപ്പോൾ 23ൽ നിന്ന് 13 മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അവിടെ ടോട്ടൽ 23 കുട്ടികൾ ഉണ്ട് എന്ന് വിചാരിക്കാം. റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ 13ാമതാണ്. അപ്പൊ ഞാൻ 13ാമത്തെ ആളായിട്ട് വന്നു. അപ്പൊ ഞാൻ അടുത്ത് ആരെ വരെ? 14ാമത്തെ ആള്, 15ാമത്തെ ആള്, അങ്ങനെ 23 വരെ എന്ത് ചെയ്യും? അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ കഴിഞ്ഞു, ഞാൻ 13ാമത്തോടെ കഴിഞ്ഞു. ഇനിയും 10 പേരുണ്ട്. കാരണം 13 + 10 ആണ് നമുക്ക് എന്ത് വരിക? നമുക്ക് 23 വരിക. പക്ഷേ നിങ്ങൾ അവിടുന്ന് ലെഫ്റ്റിൽ നിന്നൊന്ന് എണ്ണി നോക്കാം. ലെഫ്റ്റിൽ നിന്ന് എണ്ണുന്ന സമയത്ത് ഈ 10 പേരെയും നമ്മൾ കൗണ്ട് ചെയ്തു. പിന്നെ 11ാമതായിട്ടല്ലേ ഞാൻ വരുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 11 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 11 തന്നെയാണ് നേരത്തെ തന്നെ ആൻസർ കിട്ടിയിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം? ആ ടോട്ടലിൽ നിന്ന് തന്നിട്ടുള്ളതൊന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് ഒരു ഇക്വേഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ ടോട്ടലിൽ നിന്ന്, ഇപ്പോൾ നമ്മളോട് ലെഫ്റ്റ് ആണ് ചോദിച്ചതെങ്കിൽ ടോട്ടലിൽ നിന്ന് റൈറ്റ് മൈനസ് ചെയ്യുക, +1 ചെയ്യാം. ഇനി എക്സാമ്പിൾ ആയിട്ട് റൈറ്റ് ആണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യുക? ടോട്ടലിൽ നിന്ന് ലെഫ്റ്റ് മൈനസ് ചെയ്യുക, +1 ചെയ്യുക. ഈ ചിലപ്പോൾ ടോപ്പ് ആയിരിക്കും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും. ടോപ്പിൽ നിന്നുള്ള പൊസിഷൻ എത്രയാണ്? അപ്പൊ ടോട്ടലിൽ നിന്ന് ബോട്ടം പൊസിഷൻ നിങ്ങൾ മൈനസ് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ ഒന്ന് മാത്രമേ ചോദിക്കുള്ളൂ, ബാക്കിയൊക്കെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ റൈറ്റ് ഒക്കെ തന്നിട്ടുണ്ടാവും അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ടോട്ടൽ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് നിങ്ങളോട് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ തരാത്ത കാര്യം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അവിടുന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് മതിയാവും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാലോ. അടുത്തൊരു ചോദ്യം, അരുണിമ റാങ്ക്ഡ് 10th ഫ്രം ദ ടോപ്പ് ആൻഡ് 40th ഫ്രം ബോട്ടം ഇൻ എ ക്ലാസ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്? അപ്പൊ ഇത് തന്നെയാണ് റിപ്പീറ്റഡ്ലി നിങ്ങളുടെ NMS ചോദിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെ? സിമ്പിൾ ആണ് പരിപാടി. രണ്ടും കൂടി ആഡ് ചെയ്യാം, -1 ചെയ്യാം. ജസ്റ്റ് നോക്കുക, ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാ? ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക് 10 ആണ്, ബാക്കിൽ നിന്നുള്ള റാങ്ക് 40 ആണ്, -1. സോ 10 + 40 50 ആണ്, -1 = 49 വരും. 49 ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ എ റോ ഓഫ് ട്രീസ്, one tree is 5th from either end of the row. How many trees are in the row? മരങ്ങളുടെ ഒരു നിരയിൽ ഒരു മരം രണ്ടറ്റത്ത് നിന്നും എണ്ണിയാൽ 5ാമതാണ് എങ്കിൽ ആ നിരയിൽ എത്ര മരങ്ങളുണ്ട്? ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഇവിടെ വലത് നിന്ന് നോക്കുകയാണെങ്കിലും ഇടത് നിന്ന് നോക്കുകയാണെങ്കിലും റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും രണ്ടും എന്താണ്? 5 ആണ്. ജസ്റ്റ് ഇങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ഒരു മരം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കുഞ്ഞ മരം ഉണ്ട് വിചാരിച്ചോ. ഇവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതിപ്പോ റൈറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എത്രയായി? റൈറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് 5ാമതായി അല്ലേ? 5ാമത് 1 2 3 4 5 ഇതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന മരം.
ഇതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന മരം. ഇനി ലെഫ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിലും 5 പറയുന്നത്. 1 2 3 4 ഓക്കെ ഓക്കെ 1 2 3 4 5 5ാമത്തെ മരമായി. സോ അൾട്ടിമേറ്റ്ലി അവിടെ എത്ര ട്രീസ് ഉണ്ട്? നമുക്ക് 9 ട്രീസ് ആണ് വരുന്നത്. സോ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം. നമ്മൾ ഓൾറെഡി പഠിച്ച ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെ ടോട്ടൽ ഈസ് ഈക്വൽ ടു റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ 5 ആണ്, ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷനും 5 ആണ്. അതിലേക്ക് നമ്മൾ -1 ചെയ്യും അല്ലെ. 2 തവണയും നമ്മൾ ആ ട്രെയിൻ ആഡ് ചെയ്തുകൊണ്ട് ഒരു തവണ നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി അതിന്റെ കൺസെപ്റ്റ് എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ 10 - 1 = 9. ഓക്കെ 9 ഉണ്ടോ നോക്ക് ഓപ്ഷനിൽ. യെസ്, ഓപ്ഷൻ 4 ആണ് 9 ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉഷ റാങ്ക്ഡ് 8th ഫ്രം ദ ടോപ്പ് ആൻഡ് 37th ഫ്രം ബോട്ടം ഇൻ എ ക്ലാസ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ്? ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ റാങ്കിങ്ങിൽ ഉഷ മുകളിൽ നിന്ന് താഴോട്ട് 8ാമതും താഴെ നിന്ന് മുകളിലോട്ട് 37ാമതും ആണ് എങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും വരുന്നത്. അതായത് പുതിയൊരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് ആൻസർ അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾ ആൻസർ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ എന്നുള്ള കാര്യമൊക്കെ തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.